എൻ അസ്കർ ശരി ഞാനെത്താം. ശരി ബി എൻ അസ്കർ ഇപ്പോൾ CPM അതിന്റെ തെറ്റുതിരുത്തൽ പാതയിലാണ്. ഇവിടെ പരാതി ഉണ്ടെന്നും അന്വേഷിക്കുമെന്നും ഒക്കെ പറഞ്ഞ MP ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പ്ലേറ്റ് നേരെ തിരിക്കുകയാണ്. എല്ലാ മാധ്യമ സൃഷ്ടിയെന്ന് മോഹൻ മാസ്റ്ററൊക്കെ പറയുന്നത് റിയാസിനെ, പാർട്ടിയെ, സർക്കാരിനെ കരുവാരിത്തേക്കാനുള്ള ഒരുപറ്റ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് മോഹൻ മാസ്റ്റർ അടക്കം പറയുകയാണ്. എന്തായാലും കോട്ടൂളിയെ പുറത്താക്കുമെന്ന് പറയുന്നു. എന്തായാലും അതിൻ്റെ ആ പരാതിയുടെ കാതൽ പുറത്തേക്ക് വരാതിരിക്കാൻ കോട്ടൂളിയെ ഈ ചിറകിനടിയിലേക്ക് ഒതുക്കി പിടിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഉണ്ടല്ലോ, കുന്നമംഗലം ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ വിരട്ടുന്നതാണ്. എന്താണ് നിനക്കറി അടിക്കും? 71 വയസ്സ് കഴിഞ്ഞ ഒരു സഖാവാണ്. അടിയന്തരാവസ്ഥക്കാലം മുതൽ പാർട്ടി അംഗമായിരുന്ന, ട്രേഡ് യൂണിയന്റെ കേസുകൾ ഇപ്പോഴും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നടന്ന ഒരു പാവം സഖാവാണ്. പാർട്ടിയിലെ ഇത്തരം പ്രവണതകൾ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്തു. അയാളെ പുറത്താക്കി കയറി വെട്ടും, അല്ലെങ്കിൽ അടിക്കും, അല്ലെ തെറിവിളി, തെറിവിളി. നിങ്ങളിത് എവിടെ തിരുത്തുന്നതാണ് ശ്രീ ബി എൻ അസ്കർ? എവിടെയാണ് നിങ്ങൾ തിരുത്തുന്നത്? ഹാഷ്മി, കമ്മ്യൂണിസ്റ്റുകൾക്കൊരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് അംഗമോ എന്തിനേറെ തിരിച്ചു വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവർത്തനത്തിന് വന്നിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പാർട്ടിയാണ് CPM. പക്ഷെ എന്തു സംഭവിക്കുന്നു എന്നുള്ളത്, സമൂഹത്തിലെ എല്ലാ പുഴുക്കുത്തുകളും ആ പുഴുക്കുത്തുകൾ പാർട്ടിക്കുള്ളിലേക്കും കടന്നുകൊടുന്നു. സാമ്പത്തിക അഭിനിവേശത്തോടുകൂടി പാർട്ടിക്കുള്ളിലേക്ക് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവ നേതാവ് SFIയിലൂടെയും DYFIയിലൂടെയും കടന്നു വന്ന് ഈ സാമ്പത്തിക അഭിനിവേശത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ അത്തരം ആളുകളെ കണ്ടെത്തുന്നതിനും പാർട്ടിയെ ശുദ്ധീകരിക്കുന്നതിനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുതൽ പാർട്ടി ബ്രാഞ്ച് വരെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക അഭിനിവേശം ഉണ്ടാകുന്ന പ്രവണതകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്താൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അല്ല ശ്രീ അസ്കർ, ഇത് ഇവിടെ MP ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യം ഇതേ മട്ടിൽ തന്നെ പറയുന്നു. പാർട്ടി സഖാക്കളിൽ ചിലർക്ക് പണത്തോട് ആർത്തി ഉണ്ടാവുന്നു, പാർട്ടിയിലേക്ക് വന്നാൽ ചുരുങ്ങിയ നാളുകൊണ്ട് വലിയ കാശുണ്ടാക്കാം എന്ന അവസ്ഥ ഉണ്ടാകുന്നു. തെറ്റാണെന്ന് പറയുന്നു. പാർട്ടിയുടെ ഒരു തുണ്ട് അത്തരത്തിൽ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് ദല്ലാളുമായി നിന്നുകൊണ്ട് പാർട്ടിയെ വിറ്റു ജീവിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഈ പ്രമോദ് കോട്ടൂളിയെങ്കിൽ, കോട്ടൂളി മാത്രമാണെങ്കിൽ ആ കോട്ടൂളിയെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ എന്താണെന്ന് പാർട്ടിക്ക് മടി? എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത് ഇപ്പോഴും? അങ്ങനെയല്ലേ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉയർത്തുന്ന PSCയുടെ കോഴവിവാദത്തെ സംബന്ധിച്ച്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും എങ്ങനെയൊക്കെയാണ് പാർട്ടിയിൽ PSC അംഗങ്ങളെ നിയമിക്കുന്നതെന്നും കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവും. 82-ൽ 9 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നത് UDF ഭരണകാലത്താണ് ഈ അംഗത്വം കൂട്ടി ഇപ്പോൾ 22 അംഗമായി നിലനിൽക്കുന്നത്. അന്നത്തെ UDF നേതാക്കന്മാരുടെ പലരുടെയും പേരുകൾ ഇത്തരം ആരോപണങ്ങളിൽ കേട്ടിരുന്നു, മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സജീവമല്ലാതിരുന്നത് കൊണ്ട് അതിപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രിന്റ് മീഡിയകളിൽ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയും ആ സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് CPM-നെ വിമർശിക്കുകയും CPM-ന്റെ നേരെ ഇത്തരം ആരോപണങ്ങൾ വിരൽ ഇവിടെ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. ഇവിടെ പ്രമോദ് കോട്ടൂളിക്ക് കൂട്ടുകാരുണ്ടോ എന്നത് മാത്രമേ അവ്യക്തമായുള്ളൂ. പ്രമോദ് കോട്ടൂളി ഇത്തരത്തിൽ പണം വാങ്ങിയെന്നും ഒരു പരാതി ഉണ്ടെന്നും ആ പരാതി സ്വയംഭൂവായി അങ്ങ് മോഹൻ മാസ്റ്റർ പറയുന്ന പോലെ മാധ്യമ സൃഷ്ടി അല്ലെന്നും നാട്ടുകാർക്ക് മനസ്സിലായി, പാർട്ടിക്ക് കൃത്യമായി മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ആദ്യ ദിവസം നിരാകരിക്കാതിരിക്കുകയും പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ ആദ്യ ദിവസം നിരാകരിക്കാതിരിക്കുകയും അന്വേഷണം നടക്കുമെന്ന് പറയുകയും രണ്ടാം ദിവസമാകുമ്പോഴേക്കും MP ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ശബ്ദം മാറുകയും ചെയ്യുന്നത്. ശ്രീ ബി എൻ അസ്കർ, എൻ്റെ ചോദ്യം, ഈ പ്രമോദ് കോട്ടൂളിയെ അയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ CPM-ന്റെ മടി എന്താണ് എന്നാണ് ചോദ്യം. അങ്ങനെ മടിക്കുമ്പോൾ പാർട്ടി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നല്ലേ പൊതുസമൂഹം സംശയിക്കൂ ശ്രീ ബി എൻ അസ്കർ? ഹാഷ്മി, ഒരു പരാതിയില്ല, ആ പരാതിക്കാരില്ല. പരാതിക്കാർക്ക് പോലും ഇല്ലാത്ത പരാതിയിൽ അന്വേഷണം നടത്താൻ കഴിയുമോ? നിങ്ങളുടെ മുന്നിൽ തെളിവുകളുമില്ല. പൊതുമധ്യത്തിലേക്ക് നിങ്ങളിങ്ങനെ വിഷം തുപ്പുന്നു എന്നുള്ളതിനപ്പുറം യാതൊരു പരാതിയില്ല. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ എന്താ, ശ്രീ രാജു പി നായർ കോഴിക്കോട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തതുപോലെയാണ് കോഴിക്കോടുള്ള ഘടകങ്ങളിൽ നടന്നിട്ടുള്ള കമ്മിറ്റികളിലെ ചർച്ചകളെ സംബന്ധിച്ച് ആധികാരികതയോടെ വിളമ്പുന്നത്. ഇങ്ങനെ വിളമ്പാൻ കഴിയുമോ? CPM-നുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അതൊക്കെ പുറത്തു വരുന്നുവെന്നും
അത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ കോട്ടൂളി ഇന്ന് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കോട്ടൂളി ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്? എന്തിനാണ് കോട്ടൂളി ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്? എന്തിനാണ് കോട്ടൂളിക്ക് ഒരു നോട്ടീസ് നൽകിയത്? എന്തിനാണ് കോട്ടൂളി വിസ്തീർണം നൽകിയത്? സിയാസ്കർ തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. തെറ്റായ പ്രവണതയെ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദനാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വേണമെങ്കിൽ കേൾപ്പിക്കാം ആദ്യ ദിവസം. പിന്നീടാണ് അദ്ദേഹത്തിന് മാധ്യമ സൃഷ്ടിയായത്. സാർ ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി നേതാക്കളുടെ ശബ്ദത്തിൽ മൊത്തം മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ആരെ കാക്കാനാണ്? ആരെ കാത്തു സൂക്ഷിക്കാനാണ്? ശ്രീ ബി എൻ അസ്കർ, അല്ല, നിങ്ങൾ മാധ്യമങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നടത്തുന്ന നറേറ്റീവ്. അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നറേറ്റീവ്. ആ നറേറ്റീവാണല്ലോ നിങ്ങളുടെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളായി ഇത്തരം ആരോപണങ്ങൾക്ക് ആയുസില്ലാതെ ഈയാമ്പറ്റകളായി മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ പാർട്ടി കോടതിയിൽ നടപടി സ്വീകരിച്ചു. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീപീഡനം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പാർട്ടിയുടെ സെറ്റപ്പ് ഉണ്ട്, പാർട്ടി കോടതിയുണ്ട്, അതിൽ പരിഹരിച്ച് പ്രശ്നം പരിഹരിച്ചു. അത് നിങ്ങൾക്ക് സമാധാനിക്കാം. പക്ഷേ അതിന് പുറത്തുള്ള ഒരു പൊതുസമൂഹം നിങ്ങളെ പരിഹാസപൂർവ്വം നോക്കുന്നുണ്ട്. അതുകൂടിയാണ് സാർ ആ CPM കേന്ദ്ര കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ട് എന്ന രീതിയിൽ അക്കമിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീ ബി എൻ അസ്കർ, നിങ്ങൾക്ക് CPM-നെയും CPM പ്രവർത്തകരെയും നേതാക്കന്മാരെയും പരിഹസിക്കണമെന്ന രാഷ്ട്രീയ അജണ്ടയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതാണ് വലതുപക്ഷ രാഷ്ട്രീയ അജണ്ട. ആ വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയുമായിട്ട് നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ പരിഹാസത്തിലേക്ക് നിങ്ങൾക്ക് പറയേണ്ടി വരും. പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് CPM പ്രവർത്തകർക്കും അണികൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രമം വൃഥാവിലായിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു പരാതിക്കാരെ പോലും നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരുന്നത്. ഭാവനാ സൃഷ്ടിയിൽ നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ, ആ വാർത്തകളും വസ്തുതകൾക്ക് അപ്പുറം നിങ്ങൾ അത് വിശകലനം ചെയ്ത് മൊഴിയെടുക്കുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ ബ്രാഞ്ച് പോകുന്നത് എങ്ങനെയാണ്? അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു അങ്ങനെയല്ല, ഇത് എല്ലാം ഭാവനാ സൃഷ്ടിയാണ്, എല്ലാം മായാ സൃഷ്ടിയാണെന്ന പാർട്ടി കമ്മ്യൂണിറ്റി പോലെ പറയല്ലേ ശ്രീ ബി എൻ അസ്കർ? ജനത്തിന് കാര്യം മനസ്സിലാവുന്നില്ലേ? അങ്ങനല്ല, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നു എന്ന് നിങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തിയപ്പോൾ ഹാഷ്മി, അത് കൃത്യമായി ബോധ്യപ്പെടുന്നു എന്നുള്ളത് കൂടി അത് ജനങ്ങളുടെ പൾസ് അറിയുന്ന പാർട്ടിക്കും അറിയാന്നേ. അതുകൊണ്ടാണല്ലോ പാർട്ടി തിരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പൾസ് പാർട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് തിരുത്തും. അതിൽ നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക അഭിനിവേശം അടക്കമുള്ള വിരോധാഭാസമായിട്ടുള്ള പാർട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്തുന്നതിന് ഈ പാർട്ടി തയ്യാറാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂതകാലത്തെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഇപ്പോൾ അംബാസഡറും പ്രീമിയർ പത്നിയിലും പഴയ സൈക്കിളിലും കറങ്ങി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തണം, പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ച് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തണമെന്ന ഒരു റൊമാൻറ്റിക് കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ നമുക്ക് വെക്കാനാവില്ല. ഇല്ല, പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാഫിയോടും സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തോടും ചേർന്ന് പണം ഉണ്ടാക്കണം എന്നും പറയാൻ കഴിയില്ല.